നമ്മളെ അതിന് നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യമായിട്ട്. പിന്നെ ഇതൊക്കെ ഓർക്കാനുള്ള ഒരു പരിപാടികൾ നമ്മൾ ഇത് ഈ വയസ്സുള്ള കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം വെടിഞ്ഞോഹണ്ട എന്ന് പാടലോട്ടുള്ളൂ. വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ വരുമൊരു കാലം. വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ വരുമൊരു കാലം. ഇതെല്ലാം നമ്മളിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സമാധാനം നിലനിൽക്കുള്ളൂ. എവിടെയെങ്കിലും കുറച്ച് അസൂയയോ ഒരു കുശുമ്പോ മറ്റുള്ളവരോട് കുറച്ച് ദേഷ്യമോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനം കൈവിട്ട് പോകും നമുക്ക്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. നമ്മളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക, സമാധാനപ്പെടുക. വശങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങളെ നമ്മൾ വലുതാക്കി ഒന്നും ചെയ്യാനാവില്ല. അതെല്ലാം ആ നിമിത്തങ്ങളാണ്. അത് അങ്ങനെ തന്നെ നടന്നു പോകും. സംഗമം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലൊരു മുറിയിലിരുന്ന് ഇന്നൊരു വയോജന ദിനമാണ് എന്ന് ടിവിയിൽ കാണിക്കുന്നതോ മൊബൈലിൽ വരുന്നതോ ആയ മെസ്സേജസ് കണ്ട് അവിടെ വെറുതെ ഇരിക്കും. പിന്നെ എത്ര സന്തോഷമുള്ള ദിവസം. ഇത്രയും അച്ഛനമ്മമാരും സ്നേഹിതരും ബെൻഡിക് സാറിന്റെ സ്നേഹോത്സവമായ സഹകരണവും മറ്റെല്ലാവരുടെ സഹകരണം കൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് എനിക്ക്. നന്ദി നന്ദി നന്ദി. സർവേശ്വരനോടും സ്നേഹതീരം എന്ന ഈ സ്ഥാപനത്തിനോടുമുള്ള കടപ്പാടും നന്ദിയും ആദ്യം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെന്നും ഇവിടെ തന്നെ നിലനിന്ന് പോകാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാ മാസത്തിലും 1-2 ദിവസം നമുക്ക് ഇങ്ങനെ കൂടാനും എല്ലാവരുമായിട്ട് സഹകരിക്കാനും സാധിക്കുന്നത് ഒരു വീട്ടിലാണെങ്കിൽ സാധിക്കില്ല. ഞാനൊക്കെ 14 മക്കളുള്ള ഒരു വീട്ടിലെ മൂത്ത മകളുടെ മകളാണ് ഞാൻ, ആദ്യത്തെ പേരക്കുട്ടി. അത്രയും വലിയ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയപ്പോൾ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ ഇനി എന്റെ ജന്മത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് തിരിച്ചു പോകാനും സാധിക്കില്ല. അതുകൊണ്ട് എന്നെന്നും നന്ദി. സർവേശ്വരനോടും സ്നേഹതീരത്തിനോടും ബെൻഡിക് സാറിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാ അംഗങ്ങളോടും നന്ദി നന്ദി നന്ദി. Give me
ഒരിക്കൽ